ഇവിടെ നമ്മൾ സെക്കൻഡ് ടൈമിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ലീസ്റ്റ് ഡെൻസ്ലി പോപ്പുലർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അരുണാചൽ പ്രദേശ് ആണ്. അവിടെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് ഡൽഹിയാണ്. പേജ് നമ്പർ 91 അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കുക, പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് റിലേറ്റഡ് ദ്രവിഡിയൻ ആർക്കിടെക്ചർ. ദ്രവിഡിയൻ ക്ഷേത്ര നിർമ്മാണ രീതിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്ഥാനം, ശരിയായതല്ല ശരിയല്ലാത്ത പ്രസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ദ്രവിഡ ആർക്കിടെക്ചർ വെയർ സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് പല്ലവാസ്. ശരിയാണ്, പല്ലവന്മാരുടെ കാലഘട്ടത്തിലാണ് ദ്രവിഡൻ ക്ഷേത്ര നിർമ്മാണ രീതി വികസിച്ചത്, ഡെവലപ്പ് ചെയ്തത്. ശരിയായിട്ടുള്ള കാര്യമാണ്. ഹ്യൂജ് ടെമ്പിൾ വാസ് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ്രവിഡൻ ആർക്കിടെക്ചർ. ദ്രവിഡൻ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത വലിയ ക്ഷേത്രങ്ങളായിരുന്നു. ശരിയായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ട് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് പാണ്ഡ്യാസ്. പാണ്ഡ്യന്മാരുടെ കാലഘട്ടത്തിലാണ് അതിവിപുലമായി ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അത് ചോളന്മാരുടെ കാലഘട്ടത്തിലാണ് വ്യാപകമായിട്ട് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ, ദ്രവിഡൻ ക്ഷേത്ര നിർമ്മാണ രീതികൾ ആരംഭിച്ചത്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഡി മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? അപ്പർ ഹൗസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റ് ഉപരിസഭയായിട്ടുള്ള രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റാണ്, ഉപരാഷ്ട്രപതിയാണ്. അത് പേജ് നമ്പർ 74. അതേസമയം ലോക്സഭയുടെ ഹെഡ് ആരാണ്? ലോക്സഭയുടെ ഹെഡ് സ്പീക്കറാണ്. അത് തിരിഞ്ഞു പോകാതെ പഠിച്ചു വയ്ക്കണം, രാജ്യസഭയും ലോക്സഭയും. ഇനി അതുപോലെ തന്നെ 3 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടുള്ളത്. പോയിന്റ് ഔട്ട് ദ സോഷ്യൽ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഡെൻസ്ലി പോപ്പുലർ ഏരിയാസ്. ഡെൻസ്ലി പോപ്പുലർ ജനസാന്ദ്രത കൂടിയ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ എന്താണ്? ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്. പേജ് നമ്പർ 91 ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഡെൻസ്ലി പോപ്പുലർ ഏരിയാസിൽ അനുഭവം ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, പൊല്യൂഷൻ തുടങ്ങിയ പ്രശ്നങ്ങളാണ് നേരിടുന്ന പ്രശ്നങ്ങൾ. അത് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ ത്രൂ 3 phases. ക്ഷേത്ര നിർമ്മാണം വികസിച്ചു വന്നത് 3 ഘട്ടം. ദക്ഷിണേന്ത്യയിൽ ക്ഷേത്ര നിർമ്മാണം വികസിച്ച 3 ഘട്ടങ്ങളിലൂടെയാണ് വിച്ചാർദേ. പേജ് നമ്പർ 60 നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. റോക്കറ്റ് ടെമ്പിള്, മൊണോലിത്തിക് രഥ ടെമ്പിള്, ഒന്നും കൂടിയാണ് സ്ട്രക്ചറൽ ടെമ്പിൾ. റോക്ക് ടെമ്പിളിന്റെ എക്സാമ്പിളായിട്ട് ഒരു സൈഡിൽ അവിടുത്തെ പേജായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാബലിപുരം, അതുപോലെ തന്നെ മധുര മീനാക്ഷി ടെമ്പിൾ എന്നിങ്ങനെ എക്സാമ്പിൾ എന്ന നിലയിൽ അടുത്ത പേജിൽ ചിത്രങ്ങൾ എന്ന നിലയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇനി അമെൻമെന്റിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. അത് പേജ് നമ്പർ 76 പേജിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അമെൻമെന്റ് സബ്ജക്ട്സുമാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ മോർ റീജിയനെ കുറിച്ചാണ് പറയുന്നത്. കൂടുതൽ കർക്കശമായിട്ടുള്ളതാണ്. ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മോർ റീജിയനകത്താണ്. അതിനകത്ത് വേണ്ടത് സ്പെഷ്യൽ മെജേഴ്സ്. certain provision can be amended. എങ്ങനെയാണ്? സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് ഇരുസഭകളുടെ അംഗീകാരം ആവശ്യമുണ്ട്. കൂടാതെ അപ്രൂവൽ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്. എന്ന് വെച്ചാൽ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞ മോർ റിജിഡ് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അടുത്ത ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ അമെൻമെന്റ് എന്ന് പറയുന്നത് certain provision can be amended through only എങ്ങനെയാണ്? സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം. കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അമെൻമെന്റ് ചെയ്യാം, ഭേദഗതി മാറ്റം വരുത്താൻ സാധിക്കും. അപ്പോൾ അതിന് ഉദാഹരണമാണ് നെയിം ഓഫ് ദ സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ പേരുകൾ, ബൗണ്ടറീസ്, അതിർത്തികൾ, പൗരത്വം. ഇതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്ലെക്സിബിൾ അമെൻമെന്റിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന റീജിയനകത്താണ്. റീജിയൻ എന്ന് പറയുന്നത് ബോത്ത് ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഈസ് റിക്വയർഡ്. പാർലമെന്റ് ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് ഈസ് റിക്വയർഡ്. പാർലമെന്റ് ഇരുസഭകളുടെയും അംഗീകാരം ആവശ്യമുണ്ട്. എന്ത് പാസ്സാക്കാൻ? റിജിഡ് പാസ്സാക്കാൻ. അതായത് ഫ്ലെക്സിബിൾ പാസ്സാക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിലൂടെ പാസ്സാക്കി എടുക്കുക. സിമ്പിൾ മെജോറിറ്റി എന്ന് ഓർത്തിരുന്നാൽ മതി. ഫ്ലെക്സിബിൾ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ്? സിമ്പിൾ മെജോറിറ്റി സിസ്റ്റത്തിലൂടെയാണ്. an എക്സാമ്പിൾ നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ്, ബൗണ്ടറീസ്, സിറ്റിസൺഷിപ്പ്. അതുപോലെ തന്നെ റിജിഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് എങ്ങനെയാണ്? ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. അപ്പുറത്ത് സിമ്പിൾ മെജോറിറ്റി ആണെങ്കിൽ ഇവിടെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് എക്സാമ്പിൾ. ഇനി അടുത്ത മോർ റീജിയൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ വേണം. certain provision can be amended എങ്ങനെയാണ്? സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, കൂടാതെ അപ്രൂവൽ ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ്. അപ്പോൾ പാർലമെന്റ് ഇരുസഭകളുടെയും ഭൂരിപക്ഷം കിട്ടുകയും കൂടാതെ പകുതിയിൽ കുറേ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ മോർ റീജിയൻ സാധ്യമാവുകയുള്ളൂ. അതിന് ഉദാഹരണമാണെന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ട്, പിന്നെ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇതാണ് എൻ്റെ എക്സാമ്പിൾ. പേജ് നമ്പർ 76 അത് നന്നായിട്ട് നോക്കി വെച്ചിരിക്കണം. ഇനി അടുത്ത ലിസ്റ്റ് ഔട്ട് ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 130 പേജിലാണ്, 133. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഫംഗ്ഷൻസ് ആണ്. ഇലക്ഷൻ കമ്മീഷനെ പറഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. അത്
അതിനകത്ത് എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ് തുടക്കം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡന്റി കാർഡ്, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഐഡന്റി കാർഡ്, അതേപോലെ തന്നെ സൂപ്പർവൈസ് അല്ലെങ്കിൽ കൺട്രോൾ സൂപ്പർവൈസ് ദ ഇലക്ഷൻസ് ഓഫ് എവിടുത്തെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റ് പഠിച്ചു വെച്ചാൽ ഒരു 4 പോയിന്റ് ഒക്കെ പഠിച്ചു വെച്ചാൽ മതി. ഫംഗ്ഷൻസ് ഓഫ് 4 മാർക്കിൻ്റെയാണ് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെയാണ്, 3 പോയിന്റ് എഴുതിയാൽ മതിയാവും. അടുത്ത വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇൻ കേരള. കേരളത്തിൽ ഉയർന്ന ആയുർദൈർഘ്യത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാം? ഉയർന്ന ആയുർദൈർഘ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പേജ് നമ്പർ 94 പേജിൽ കിടപ്പുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ക്ലീൻനെസ്, അങ്ങനെ കുറച്ച് പോയിന്റാണ്. 4 പോയിന്റേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇൻ കേരള. ഇനി അടുത്ത ഭാഗത്തിൽ അവിടെ മാത്സ് കോളേജ് നൽകിയിരിക്കുന്നു. ഫാഹിയൻ കേവ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ആണോ? അല്ല. ഫാഹിയൻ കേവ് എവിടെ? ശ്രീലങ്കയിൽ. സർനെഹർ റായ് എവിടെ? ഇന്ത്യയിൽ. സ്റ്റാർക്കാർ കേവ് എവിടെ? ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഇത് മെസോലിത്തിക് സെന്റേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഇനി നിയോലിത്തിക് സെന്റേഴ്സ് ചോദിക്കാം, മനസ്സിലാക്കി വെച്ചിരിക്കണം. അത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ച ഭാഗമാണ്. ഇനി അടുത്ത 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം, അത് പേജ് നമ്പർ 52, 53 പേജുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം ബിക്കേം റിജിഡ്, ജാതി സമ്പ്രദായം കുറച്ച് ശക്തമായി തീർന്നു. കൂടാതെ അവിടെ കാസ്റ്റ് ആൻഡ് സബ് കാസ്റ്റ് വെർ ഫോംഡ്. അതിനകത്ത് ജാതീസ് ആൻഡ് ഉപജാതീസ് വെർ ഫോംഡ്. അതിനകത്ത് എടുത്ത് പറഞ്ഞു അനിമൽ സ്കിൻ ടാർണേഴ്സിനെ കുറിച്ച്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. ഓർമ്മയുണ്ടാവും, വനത്തിൽ താമസിക്കുന്ന ആൾക്കാർ, കാടിനുള്ളിൽ താമസിക്കുന്ന ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. പിന്നെ ഫാഹിയൻ വിസിറ്റഡ് ഇന്ത്യ, ആ ഫാഹിയനെ കുറിച്ച് പറഞ്ഞു. അടുത്ത പേജിലായിട്ട് പറഞ്ഞ കാര്യമാണ്. ഫാഹിയൻ പറഞ്ഞു ശൂദ്രാസ് വെർ കൺസിഡേർഡ് പെസന്റ്, ദേ വർക്ക്ഡ് ഫാം ലാൻഡ്, അവർ കൃഷിയിടങ്ങളിൽ പണിയെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഫാഹിയൻ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ അന്തിജാസ് വെർ ഫോംഡ് ഔട്ട്സൈഡ് വർണ്ണ സിസ്റ്റം, വർണ്ണ സമ്പ്രദായത്തിന് പുറത്ത് രൂപം കൊണ്ട ആൾക്കാരാണ് അന്തിജന്മാരെന്ന് പറയുന്നത്. അവരിൽ പ്രധാനപ്പെട്ട ആൾക്കാരിലാണ് ലോവസ്റ്റ് അമംഗ് ദ അന്തിജാസ് വെർ, അവരെ വിളിക്കുന്ന പേരാണ് ചണ്ടാലന്മാരും ചർമ്മകാരരും. ചണ്ടാലന്മാരെന്ന് പറയുന്നത് ഗ്രേവ് യാർഡ് കീപ്പേഴ്സും, ചർമ്മകാരെന്ന് പറയുന്നത് അനിമൽ സ്കിൻ ടാന്നേഴ്സുമാണ്. എന്നുവെച്ചാൽ ഈ തുകൽ പണിക്കാരും ഒക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ആ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇത് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എഴുതിയാൽ മതി. പിന്നെ സ്ത്രീകളെ കുറിച്ച് പറയുന്നൊരു ഭാഗം കൂടിയുണ്ട്. മധ്യകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവിയെക്കുറിച്ച് പറയുന്നൊരു ഭാഗം കൂടിയാണ്. അതിൽ ബഗാഡക ഡൈനാസിയിലെ പ്രഭാവതി ഗുപ്ത ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നു. ബാക്കി എല്ലാ സ്ത്രീകളും വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമാണ് നയിച്ചിരുന്നതൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നൽകിയത്. നെയിം ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രശാഖ ഏതാണത്? ഡെമോഗ്രഫി. ജനസംഖ്യാശാസ്ത്രം. ദ സെൻസസ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ ബേസ് ഹെഡഡ് ബൈ. അപ്പോൾ ഇന്ത്യയിലെ സെൻസസ് ആക്ടിവിറ്റീസ് നിയന്ത്രിക്കുന്ന ആരാണ്? രജിസ്ട്രൽ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് പേജ് നമ്പർ 85 പേജ് കിടപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് രജിസ്ട്രൽ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ 85 പേജിൽ. അടുത്ത വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസ്. ജനസംഖ്യ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി എന്നല്ല ചോദ്യം, അത് വേറെയാണ്, മൊത്തം പഠിക്കണം. ഇൻഡിക്കേറ്റേഴ്സ് ഡെമോഗ്രഫി അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഡെമോഗ്രഫി എന്നുള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസിനെ പ്രധാനപ്പെട്ട ബാധിക്കുന്നതാണ്? ബർത്ത് റേറ്റ്, ഡെത്ത് ആൻഡ് മൈഗ്രേഷൻ. ഇനി പോയിന്റ് ഔട്ട് ദ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. അത് പേജ് നമ്പർ 78 ആക്ട് ആസ് സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സിന്റെ സർവ്വസൈന്യാധിപനായിട്ട് പ്രതിനിധിക്കുന്നു. ഗിവ് അസന്റ് ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു. അത് പേജ് നമ്പർ 78 ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് ആരുടെ മുന്നിലാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടെന്നൊരു ചോദ്യം വൺവേഡ് ചോദിക്കാൻ കൊള്ളാം. ആരുടെ മുന്നിലാണ്? വൈസ് പ്രസിഡന്റിന്റെ മുന്നിലാണ്, ഉപരാഷ്ട്രപതിയുടെ മുന്നിലാണ്. പേജ് നമ്പർ 78 പേജിൽ നിന്ന് വായിച്ചു നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ്. അപ്പോൾ മാത്സ് ഫോളോയിങ് തന്നെയാണ്. സ്വപ്നവാസവ ദത്ത എഴുതിയത് ആരാണ്? ഭാസനാണ്. ത്രികണ്ഠി ഭർതൃഹരി. വൈശേഷിക ഫിലോസഫി എന്ന് പറയുന്നത് ആരുടെയാണത്? കനാദന്റെ. സാങ്കേയ ഫിലോസഫി കപിലന്റെ. അപ്പോൾ ഇത് ഫിലോസഫി 6 ഷഡ്ദർശനങ്ങളുണ്ട്. അത് പേജ് നമ്പർ 57 പേജ് കിടപ്പുണ്ട്. ഷഡ്ദർശനങ്ങൾ എന്നുള്ള ഭാഗം അതുൾപ്പെടെ ഒന്ന് വായിച്ചു നോക്കണം. അത് തന്നെ ആയിരിക്കണം മാത്സ് ഫോളോയിങ് ചോദിക്കാൻ സാധ്യത.
ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്ന റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951 1951 ജനപ്രാതിനിധ്യമം അത് പേജ് നമ്പർ 134 പേജിലാണ് നൽകിയിരിക്കുന്നത്. 134 ആ റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ട് പ്രകാരം കണ്ടക്ട് ഇലക്ഷൻസ് ഇൻ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പ്രൊവൈഡ് ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നു, പിന്നെ ക്രൈംസ് റിലേറ്റഡ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, പിന്നെ ഇലക്ഷൻ സമ്പ്രദായത്തെ ഇലക്ഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഡീൽസ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒന്നാണ് റെപ്രസെന്റേഷൻ പീപ്പിൾസ് ആക്ട് 1951. അപ്പോൾ അത് ഒന്നീ 1950 അല്ലെങ്കിൽ 1951 അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 327 327 324 ഏതാണ്? ഇലക്ഷൻ കമ്മീഷൻ. ഇനി അടുത്ത എക്സ്പ്ലെയിൻ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഗുപ്ത പീരീഡ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. അപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ കാർഷിക പുരോഗതിക്കുള്ള കാരണങ്ങൾ അപ്പോൾ താരതമ്യ സൂചനകൾ അടിസ്ഥാനപ്പെടുത്തി എഴുതാണ് ചോദിച്ചിരിക്കുന്നത്. ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ, അതിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി പുരോഗമിക്കുന്നതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഓർമ്മ. ഈവൻ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് ഒരു കോളത്തിനകത്ത് കിടപ്പുണ്ട് പേജ് നമ്പർ 48. ഈവൻ അൺകൾട്ടിവേറ്റഡ് ഏരിയാസ് യൂസ്ഡ് ഫോർ എന്തിനാണ്? അഗ്രികൾച്ചർ. പിന്നെ അതുപോലെ ബ്രാഹ്മിൻസ് ആർ നോളജ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, അത് ഒരു കോളത്തിൽ കിടക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? ഡാംസ് ആർ ബിൽറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡാംസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിക്കേണ്ടായി. പിന്നെ പോർട്സ് ആർ അറ്റാച്ച്ഡ് ടു എ വീൽ, അതിനെ വിളിക്കുന്ന പേരാണ് ഗഡിയന്ത്ര, ഓർമ്മയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്കന്ദഗുപ്ത റീബിൽറ്റ്, സുദർശന ലേക്ക് എന്നുള്ളൊരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡയഗ്രോഡ് എഴുതണം, അപ്പോഴാണ് ആൻസറായി മാറുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ദ പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ 3.5 ചാപ്റ്ററാണ് ഈ ടൈമിൽ നമ്മൾ പഠിക്കേണ്ടത്. അതിൽ സുപ്രീം കോടതിയെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മൾ ലാസ്റ്റ് ഭാഗത്തിൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 181 പേജാണ്. 81 പേജിലാണ് പവേഴ്സ് ഓഫ് സുപ്രീം കോടതി എന്ന ഭാഗമേ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അത് ഉത്ഭവാധികാരം. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് certain matters only can resolved only ആർക്ക് മാത്രമേ? സുപ്രീം കോടതി. certain matters can be only resolved by ആർക്ക് മാത്രമേ? സുപ്രീം കോടതി. ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്ക് മാത്രം? സുപ്രീം കോടതിക്ക് മാത്രം. പിന്നെ അതിൽ ഉദാഹരണമാണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്. പിന്നെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ അപ്പീൽ കോടതിയാണ്. സുപ്രീം കോടതി ഇസ് ദ ഹയസ്റ്റ് അപ്പീൽ കോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണത് സുപ്രീം കോടതി. പിന്നെ ഗിവ് വേർഡിക്സ് ഓൺ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ് ഫ്രം ലോവർ കോർട്സ്, അല്ലെങ്കിൽ സിവിൽ ആൻഡ് ക്രിമിനൽ കേസ് ഫ്രം അപ്പീൽ എന്താണ്? ലോവർ അപ്പീൽ കോർട്ട്. അപ്പോൾ താഴ്ന്ന അപ്പീൽ കോടതികളിൽ നിന്നുള്ള കേസുകളെല്ലാം എവിടേക്ക് വരും? ഈ പറഞ്ഞ സുപ്രീം കോടതിയിലേക്ക് വരും. അതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അടുത്ത അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ടു ഗിവ് ലീഗൽ അഡ്വൈസ് ഓൺ എനി മാറ്റർ ദാറ്റ് ഡിമാൻഡഡ് ബൈ പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഏതൊരു ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും നിയമപരമായിട്ടുള്ള ഉപദേശം നൽകുന്നതും ആരും തന്നെയാണ്? ഈ പറഞ്ഞ സുപ്രീം കോടതിയാണ്. അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി ഹാസ് ദ പവർ ടു ഇഷ്യൂ സ്പെഷ്യൽ ഓർഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് റിട്ട്. റിട്ടിന്റെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറഞ്ഞ സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം. അത് പലതരത്തിൽ 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. മാൻഡമസ്, സെറിഷോരാറി, കോവാറൻഡോ, പ്രൊഹിബിഷൻ എന്നിങ്ങനെയുള്ള 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. അപ്പോൾ ആ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരവും ആർക്ക് തന്നെയാണ്? സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോർട്ട് ഹാസ് ദ പവർ ടു ഇഷ്യൂ സ്പെഷ്യൽ ഓർഡേഴ്സ് ഇൻ ദ ഫോം ഓഫ് റിട്ട്. ലാസ്റ്റ് ഭാഗത്തിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ജുഡീഷ്യറി ആക്ട് ആസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചൊരു ചോദ്യം ഉണ്ടാക്കാൻ നല്ല ഭാഗമാണ്. അത് പഠിച്ചു വയ്ക്കണം. ജുഡീഷ്യറി ആക്ട് ആസ് ദ ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ജുഡീഷ്യറിയെ എന്തായിട്ട് കണക്കുന്നു? ഭരണഘടനയുടെ സംരക്ഷകൻ അല്ലെ കാവലാളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിലൂടെയാണ് അങ്ങനെ കാവലാളായിട്ട് മാറുന്നത്. ത്രൂ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂയിലൂടെ ഭരണഘടനയുടെ സംരക്ഷകനായിട്ട് ആര് മാറുന്നു? ജുഡീഷ്യറി അല്ലേ. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എക്സാമിൻ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് എനി ലോ മെയ്ഡ് ബൈ പാർലമെന്റ് പാസ്സാക്കുന്ന ഏതൊരു നിയമത്തിൻ്റെയും നിയമസാധുത അത് വേണമോ വേണ്ടയോ എന്ന് പരിശോധിക്കുന്ന രീതിയാണത് ജുഡീഷ്യൽ റിവ്യൂ. ആ ജുഡീഷ്യൽ റിവ്യൂയിലൂടെ ഭരണഘടനയുടെ സംരക്ഷകനായിട്ട് മാറുന്നു ആര്? സുപ്രീം കോടതി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്.